രുചിക്കൂട്ട് ബൈ രമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇത്രയും മത്തങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വൺപയർ എടുക്കണം. മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വൺപയറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കുക്കറിനകത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ശകലം ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മത്തങ്ങ നമുക്ക് ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. നല്ല വിളഞ്ഞ മത്തങ്ങയാണ്, അത് കാരണം ഇച്ചിരി മധുരമൊക്കെ കാണും. എരിശ്ശേരിക്ക് ഇച്ചിരി മധുരമൊക്കെ ഉള്ളത് നല്ലതാണ്. മത്തങ്ങ നമ്മൾ കഴുകി എടുത്തുകൊണ്ട് വന്ന് ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു സവാള ഇതിനകത്ത് ചേർക്കാനുള്ളത്, അതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിനകത്തോട്ട് 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇതിനകത്തോട്ട് അരിഞ്ഞു വെക്കാം. ഇതിനകത്തൊരു 4 വിസിൽ, ഇപ്പോൾ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞ് ഇനി ഒരു 3 വിസിലും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റിയിട്ട് മത്തങ്ങ വെക്കാം. 2 ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. പാത്രം വെച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഇതിനകത്തോട്ടിടാം. ഒരു ഗ്ലാസ് വെള്ളം, ഇത് വേവാനുള്ള വെള്ളം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. വൺപയറിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും സ്വല്പം ഉപ്പ് ഇതിനകത്തും കൂടെ നമുക്കിടാം. ശകലം ഉപ്പിടാം. വൺപയറിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒരു സ്വല്പം ഉപ്പും കൂടെ ഇളക്കി എടുത്തിട്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം, വെന്ത് വരട്ടെ. തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വേവണം. നമുക്കിതിനകത്ത് പൊടിച്ചിടാനായിട്ട് ഇച്ചിരി തേങ്ങ, ഒരു പിടി തേങ്ങയുണ്ട്, ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. 5-6 ഉലുവയും കൂടി ഇടാം. വറുത്ത് നമ്മൾ അരപ്പെല്ലാം ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഈ തേങ്ങ മൂപ്പിച്ച് അങ്ങോട്ട് പൊടിച്ചങ്ങിടും. അപ്പോൾ എന്ത് നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് മത്തങ്ങയൊക്കെ വേവായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ച വൺപയർ ഇട്ട് കൊടുക്കാം. ഇളക്കി മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് 1 മുറി തേങ്ങയാണ് ഞാൻ തിരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂൺ ജീരകം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പൊന്ന് ഇത് ഇളക്കി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മത്തങ്ങ എരിശ്ശേരി അതിനകത്തോട്ട് ഇനി നമുക്ക് ആ വറുത്ത് വെച്ചേക്കുന്ന പൊടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറുത്ത് വെച്ച് ഇറക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൂടി നമുക്കിതിനകത്തോട്ടിടാം. ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം, ഞെവിടി. അപ്പം നല്ല മണവും കിട്ടും, ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക. പച്ചമുളകും ഉള്ളിയെല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കാനായിട്ട്, കടുക് താളിക്കാനായിട്ട് കറിവേപ്പിലയും ഉള്ളിയും മുളകും എല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം.
ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാം കറക്റ്റായിട്ടുണ്ട്. അടിപൊളി മത്തങ്ങ എരിശ്ശേരിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം.